വികസനത്തിന്റെ പുതിയ അധ്യായത്തിന് ഇതാ ഇവിടെ തുടക്കം കുറിക്കുന്നു. ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ ശിലാഫലകത്തിന് അനാച്ഛാദന കർമ്മം നിർവഹിക്കുകയാണ്. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുകയാണ്. അവിടെ ഇരട്ട തുരങ്ക പദ്ധതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുകയാണ്. അവിടെ പൊതുപരിപാടികളിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ഉടനെ ഉണ്ടാവും. സർക്കാർ വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മമാണ് നടക്കുന്നത്. പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങളും മറ്റ് പ്രധാന വ്യക്തികളെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിശദമായ ഒരു പദ്ധതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തായാലും തുരങ്ക പദ്ധതിക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്ന പദ്ധതിയിലേക്ക് കടക്കുകയാണ്. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൽ ഈ വലിയ നേട്ടങ്ങൾ നമ്മൾ ചെയ്യുന്നത് ജനങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ്. കേരളം ഇന്നത്തെ കേരളമല്ല നാളെ വേണ്ടത്. വരുന്ന നാടുകളിലേക്ക് കൂടുതൽ മെച്ചപ്പെട്ട നമ്മുടെ പൂർവികർ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തതുപോലെ ഭാവിക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. വലിയ മാറ്റം ഉണ്ടാവുന്ന നമ്മുടെ ലോകത്ത് കേരളത്തെയും ഏറ്റവും നവീനമായി നവകേരളമായി സൃഷ്ടിക്കാൻ എല്ലാ ആധുനിക സൗകര്യങ്ങളും സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട സാമൂഹ്യക്ഷേമ സൗകര്യങ്ങളും എല്ലാവരെയും കരുതുന്ന നിലപാടുകളും വേണം. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഓണത്തിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓണത്തിന് എല്ലാവർക്കും സന്തോഷം. 500 കോടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സ്റ്റെന്റ് എന്ന് പറയുന്ന ഒരു അവകാശമാവും. അല്ല ജലൂസിലും പാരാസെറ്റമോളും അല്ല ഇല്ലാതാവുന്നത്. സ്റ്റെന്റ് പോലും ഒരു അവകാശമാണെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം മാറിയത് കൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യരംഗം എന്ന് കേരളത്തിന് പേര് കിട്ടിയത്. അതില്ലാതാവരുത്. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞതിനകത്ത് 3 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. കേരളമുണ്ട് ഇടതുപക്ഷം ഭരിക്കുന്നത്. മൂലാണ്. പഞ്ചാബില് ആം ആദ്മി പാർട്ടിയാണ്. അതുപോലെ തന്നെ ജാർഖണ്ഡിലെ അവിടുത്തെ പ്രാദേശിക പാർട്ടിയാണ് സോറൻ മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും അവരുടേതായ തമിഴ്നാടുണ്ട്, DMK ആണ്, അവരും ഉൾപ്പെടെ ഉണ്ട്. ഇന്ത്യയിലെ ആകെ വരുമാനത്തിന്റെ ദേശീയ വരുമാനത്തിന്റെ 50% ലഭിക്കുന്നത്, ഉണ്ടാക്കുന്നത്, സൃഷ്ടിക്കുന്നത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളെല്ലാം പറഞ്ഞു രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ജനങ്ങളെ സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന കാര്യങ്ങളെല്ലാം സംരക്ഷിക്കാനും പ്രത്യേകമായ പദ്ധതി ഉണ്ടാകണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാനിവിടെ പറയുന്നത് ഈ ഓണം കഴിയുമ്പോൾ മിക്കവാറും ഈ തീരുമാനം കൂടി എടുത്തു കഴിഞ്ഞാൽ ഇനിയും വരുന്നൊരു വലിയ വെട്ടിക്കുറവിനെ പറ്റി ചൂണ്ടിക്കാണിക്കാനാണ്. ഇങ്ങനൊരു സാഹചര്യത്തിലും കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം എല്ലാ കാര്യങ്ങൾക്കൊപ്പം വികസനത്തിനും അവരെ സംരക്ഷിക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് കേരളത്തിന് ഏറ്റവും മഹത്തായ ഒരു പദ്ധതിയും കൂടി വരികയാണ്. അത് നമുക്കെല്ലാം സന്തോഷത്തോടെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചടങ്ങിൽ ഔപചാരികമായി സ്വാഗതം ആശംസിക്കാനായി ബഹുമാനപ്പെട്ട തിരുവമ്പാടി MLA-യും സംഘാടക സമിതി ചെയർമാനുമായ ശ്രീ ലിൻഡോ ജോസഫിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ മലയോര മേഖലയുടെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഔപചാരികമായ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഏത് പ്രതിസന്ധികളുണ്ടായാലും ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് കേരളത്തിൻ്റെ ഏത് വികസന പദ്ധതിയും നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ യാത്രയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ ആ തടസ്സങ്ങളെല്ലാം മറികടക്കുന്നതിന് കൃത്യമായ നേതൃത്വമായി ഞങ്ങളുടെ മുന്നിൽ നിന്ന് നയിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് അവറുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ ജനാവലിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നമുക്ക് വേണ്ടി ഇവിടെ സംസാരിച്ചത്. പണം ഒരു തടസ്സമല്ല വികസന പദ്ധതികൾക്ക് എന്ന കാഴ്ചപ്പാടോടുകൂടി കേരളത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ അവറുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഫോറസ്റ്റ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയുടെ ഒരു തടസ്സമുണ്ടായപ്പോൾ ആ തടസ്സം നീക്കുന്നതിന് കേരളത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള വനം വകുപ്പ് മന്ത്രി ശ്രീ A.K. ശശീന്ദ്രൻ അവറുകളെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.